Hi all, Assalamu alaikum. Welcome to my channel Colorful Yarns by Seenu. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഗ്രാനി സ്ക്വയർ ബാഗുമായിട്ടാണ്. സൺഫ്ലവർ ബാഗാണിത്. നല്ല അടിപൊളി ബാഗാണ്. നമുക്ക് കോളേജിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ബാഗാണ്. പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷൻ, അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിന് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിൽ മൊത്തം ഞാൻ 13 ഗ്രാനി സ്ക്വയറാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പാറ്റേൺ ഞാൻ കൊടുക്കുക, എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതിൻ്റെ പാറ്റേൺ ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഓരോ ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ വേറെ ചെയ്യുക വേണമെങ്കിൽ. ആദ്യം നമ്മൾ മാജിക് റിങ് ഇടണം, അതിൽ 16 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അതിന് ശേഷം ക്ലസ്റ്റർ ഉണ്ടാക്കിയെടുക്കുക. ഓറഞ്ച് യാണ് വെച്ചിട്ട് ഫുൾ അക്രിലിക് യാണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഓറഞ്ച് അക്രിലിക് യാൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ തന്നെ 16 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ ഉണ്ടാക്കുക. അത് അടുത്തത് യെല്ലോ യാണാണ്, അത് ഇതേപോലെ തന്നെ 16 ഡബിൾ ക്രോഷ്യ ക്ലസ്റ്റർ ഉണ്ടാക്കിയെടുക്കുക. പിന്നൊക്കെ ഫുള്ളായിട്ട് ഞാൻ വൈറ്റ് യാണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വൈറ്റ് യാണ് വെച്ചിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് വൈറ്റ് യാണാണ്. ഈ കളർ കോമ്പിനേഷൻ വന്നപ്പോൾ തന്നെ ആ സൺഫ്ലവറൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഓറഞ്ചും യെല്ലോയും വൈറ്റും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇത്. ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോർഡറും സ്ട്രാപ്പും ഒക്കെ നല്ല അത്യാവശ്യം ലെങ്ത്തുള്ള സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു ബാഗാണിത്. സെൻറ്ററിൽ കൊടുത്തിട്ടുള്ളത് അക്രിലിക് യാണാണ്, കോഫി കളറ്. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ളത് ഓറഞ്ച് കളറാണ്, കണ്ടോ? ഓറഞ്ച് കളറ് അക്രിലിക് യാണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലത്തെ ഒരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 13 എണ്ണമാണ് വേണ്ടിയത്. 13 എണ്ണം ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തത് ഞാൻ യെല്ലോ യാണ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ 4 യാണാണ് ഞാൻ ഇതിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ലൈനിങ്ങും അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഉള്ളിൽ ലൈനിങ്ങൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് നിൽക്കും. ഉള്ളിൽ നമ്മൾ അകത്ത് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ ഒന്നും പുറത്തേക്കൊന്നും വല്ലാതെ കാണുമൊന്നുമില്ല. ലൈനിങ്ങൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ 4 mm ഹുക്കാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ചെയ്യാൻ വേണ്ടിയിട്ട് 4 mm ഹുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ആണും പിന്നെ ഹുക്കൊക്കെ നമ്മൾ അടുത്തുള്ള ഫാൻസി സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ബാഗൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് ബാഗിൻ്റെയും ബാക്കി ഓരോ ക്രോഷ്യ വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പാറ്റേൺ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം.